ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന തെന്മല ഡാമിലേക്കാണ്. അതിനുശേഷം നമ്മൾ പാലരുവിയിലേക്ക് പോകുന്നതാണ്. അങ്ങനെ അതേ ഒരു ലോറിയൊക്കെ കയറി വരുന്നതാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഒരു തെന്മല ഒക്കെ എടുത്തെത്തി. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഒരു വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ്. അതിൻ്റെ മുകളിലൊക്കെ കയറി നോക്കാം. അപ്പോൾ അതേ പുറകിൽ കണ്ടോ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ. അതിൻ്റെ ഒരു ചെറിയൊരു ഫോൾസ് കുറയ്ക്കാൻ വേണ്ടി ഒരു സംഭവമാണ്. റൗണ്ട് ആൻഡ് റൗണ്ടാണ് ഇതാ സ്റ്റെപ്പുകളൊക്കെ. നമ്മളിത് റൗണ്ട് ആൻഡ് റൗണ്ടായിട്ട് ഇതാ നമ്മളിതാ റൗണ്ട് ആൻഡ് റൗണ്ടായിട്ട് ഇതേ നടന്ന് കയറുകയാണ്. കയറി അങ്ങനെ ഇതാ മുകളിലോട്ട് എത്തുകയാണ്. നമ്മൾ റൗണ്ടായിട്ട് നടന്ന് ഒരു രക്ഷയില്ലത്. അതിമനോഹരമായ കാഴ്ചകളും കുറേ മലനിരകളും പിന്നെ ഇതേ താഴെ വെള്ളച്ചാട്ടം. അതിങ്ങനെ അരുവി പോലെ ഒഴുകി പാറയിൽ കൂടെ ഒഴുകി അങ്ങനെ അങ്ങ് പോകുകയാണ്. അങ്ങനെ ഒഴുകിയതാ ഇതാണ്. തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് ചായക്കടയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളിങ്ങനെ റോഡിൽ കൂടെ യാത്ര ചെയ്ത് പാസ് ചെയ്ത് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റ് പോലെ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ കയറിയിരിക്കുകയാണ്. അതേ ഒരു ലോറി പാസ് ചെയ്ത് പോകുന്നു. അതേ അവിടെ നിന്നൊരു ജീപ്പ് വരുന്നു. വണ്ടികൾ കണ്ടില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. വരുന്നു വണ്ടികളൊക്കെ കറക്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകും. തെന്മല ഡാമാണ്. അവിടെ നിന്ന് നമുക്ക് ചെറിയ ഒഴുക്ക് കാണാം. നമ്മളിനി അതാണ് ഈ വെള്ളം അങ്ങോട്ടേക്ക് ഒഴുക്ക്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു പാലമൊക്കെ ഉണ്ട്. ഡാമിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ KCB ഇതൊക്കെ ഉണ്ട്. ഡാം ഇവിടെ കുറച്ച് താമരയുണ്ട്. ഡാമിലോട്ടുള്ള വഴിയാണ്. ഇവിടെ നമ്മൾ നടന്ന് ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ട് നടന്ന് കയറാൻ. നമുക്കൊന്ന് ഏതായാലും പോയി നോക്കാം. ഇവിടം വരെ ലൈറ്റ്സ് രാത്രി ഇടുന്ന ലൈറ്റ്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നടന്ന് ചെറിയൊരു പാലത്തിൻ്റെ അവിടെ എത്തി. നമ്മളിത് നടന്നു വന്ന വഴികളാണിത്. നമ്മളിത് ആ പാലത്തിൽ നിന്നാണ് താമരക്കുളം കണ്ടത്. അയ്യോ, ഒരു രക്ഷയില്ല. ഇങ്ങനെ നടക്കണം. ഇനിയും കുറച്ചുകൂടെ നടക്കാറുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ നിന്നാൽ കാണാം. ഓരോരുത്തരും ഇങ്ങനെ നടന്ന് വരികയാണ്. അയ്യോ, നമ്മളിത് അങ്ങനെ നടന്ന് ഇനി കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഈ ഡാമിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറണമെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് നടന്നെത്തിയത്. ഇത് മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. നോക്കാം. ഇവിടെ നിന്ന് മറ്റേ ഡാമിലെ വെള്ളം കൊണ്ട് ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടാക്കും. അതാണ് അവിടെ നമ്മുടെ ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിലും വെള്ളമൊക്കെ കണ്ടത്. അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി വെള്ളമാണിത്. ഉണ്ട്
അയ്യോ, അങ്ങനെ നടന്നതാ. ഇനി ഇത് നടക്കാനുള്ളത്. കുറേ പേര് നടന്നിറങ്ങി വരുന്നു. ഒരു രക്ഷയില്ല. നടന്ന് കാല് കഴിച്ച് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം എത്താറായി. മതി. ഐസ്ക്രീം കടകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഒരു രസമുണ്ട്. ഞാൻ 5 പൈസ കയ്യിലെടുത്തിട്ടില്ല. അത് രസം. ഇതാണ് വ്യൂ പോയിന്റ്. വെഹിക്കിൾസ് ആർ. അങ്ങനെ നമ്മളിത് ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഡാമിൻ്റെ മറുവശമാണ്. ഇതാണ് ഡാമിൻ്റെ വെള്ളമുള്ള ഒരു വശമാണിത്. ഇവിടെ നിന്ന് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇത്രയും വെള്ളക്കുറവുണ്ട്. ഇവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് ബാക്കി വെള്ളം പുറത്തോട്ട് വിടുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ വരുന്ന വഴി കണ്ടൊരു വ്യൂ പോയിൻ്റ് ഇല്ല, അവിടുത്തെ നദി ഇവിടുത്തെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. ബാക്കി വെള്ളമൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് കണ്ട വെള്ളം ബാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് മറ്റേ ഷട്ടറിൻ്റെ ആ ഒരു വേ ആണ്. ഇത് കണ്ട ഒഴുകി പോവാണ് വെള്ളം. അങ്ങനെ നമ്മൾ വരുന്ന വഴി കണ്ട നമ്മൾ അവിടെ നിന്ന് കണ്ട ആ തൂക്കുപാലവും എല്ലാമാണിത്. ഇതാണ് നമ്മൾ നടന്നു വന്ന വഴികളും നടന്നു വന്ന ആ സ്റ്റെപ്പും ഒക്കെ കണ്ട. ആ അമ്മുമ്മ നമ്മൾ ഒരുമിച്ച് നടന്നു വന്നത്. അമ്മുമ്മ ഇപ്പോഴും നടന്ന് അവിടെ എത്തിയതേ ഉള്ളൂ. പിന്നെ അങ്ങനെ നമ്മൾ നടന്നത്. ഇതിപ്പോൾ KCBയുടെ ഇതാണ്. ഇവിടെയും ഉണ്ട് സോളാറൊക്കെ. ഇപ്പോൾ എല്ലായിടത്തും സോളാർ പാനലുണ്ട്. ഇതാണ് ഷട്ടറിൻ്റെ ഇതാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഡാമിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്കിതാ ഇവിടെ നിന്ന് നോക്കാം. അയ്യോ, എങ്ങാനും ഫോൺ കയ്യിൽ നിന്ന് പോയാൽ ദൈവമേ, ഫോൺ കയ്യിൽ നിന്ന് പോയാൽ വെള്ളത്തിലാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടധികം വീഡിയോയ്ക്ക് പോകുന്നില്ല. ഇതാണ് ഇവിടെ അത്രയും ഹൈറ്റിലൊക്കെ വെള്ളം അടിയാറുണ്ടെന്ന് തോന്നുന്നത്. അതാണ് അവിടെ അതിൻ്റെ ഈ മണ്ണുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ മഴ പെയ്താൽ അത്രയും ഹൈറ്റിൽ വെള്ളം വരാറുണ്ടെന്ന് തോന്നുന്നു. അതാ വെള്ളത്തിൻ്റെ ഇത്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ്. ഇനി അധികം അങ്ങോട്ട് നടക്കുന്നില്ല. അതാ ക്ലിയറായിട്ട് കാണാം. ക്യാമറയിൽ കാണുമെന്ന് അറിയത്തില്ല. നോക്ക്, ഇവിടെ നിന്നാണ് വെള്ളം ഒഴുക്കി വിടുവാണ്. ഡാമിലെ മറ്റേ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയ വെള്ളം. കറക്റ്റ് നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തിയാണ്. ഇതാണ് നമ്മൾ നിന്ന സ്ഥലമാണിത്. അങ്ങനെ പോവാണ് നമ്മളിങ്ങനെ നടന്ന്. അപ്പോഴത്തേക്ക് ഇനി അധികം കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ നമ്മളിനി നേരെ അങ്ങനെ നമ്മളിപ്പോൾ ഡാമിലെ കാഴ്ച കണ്ടിനി നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങാൻ പോകുകയാണ്. ഇതാണ് മലകൾ ഒക്കെ ഉണ്ട്. ഇത് ഡാമിൻ്റെ ഇതാണ് ശരിക്കും ഡാമിൻ്റെ ഷട്ടർ. കറക്റ്റ് നമ്മളിപ്പോൾ ഷട്ടറിൻ്റെ സ്ഥലത്താണ്. നോ എൻട്രി എന്നാണ് എഴുതിയിരിക്കുന്നത്. കറക്റ്റ് ഇവിടെ നിന്ന് എന്തോ തുറക്കുമ്പോൾ വെള്ളം ഇതിലേയും വഴിയായിട്ട് ഷട്ടർ തുറന്ന് ഡാം പോകുന്ന പോലെ പോകും. അങ്ങനെയൊക്കെ കുറേ പേര് അങ്ങോട്ട് നടന്നു പോകുന്നു. നമ്മൾ തൽക്കാലം വന്ന വഴിയെ കൂടെയാണ് പോകാൻ പോകുന്നത്. നമ്മളധികം നിൽക്കുന്നില്ല. ഭയങ്കര ചൂടാണ്. ഇപ്പോൾ വെയിലും വന്നിട്ടുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ നടന്നതാ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ പാലരുവിയിലേക്ക് പോകാൻ പോവാണ്.
കാറിൽ കൂടെ പോയപ്പോൾ 2 റെയിൽവേ ബ്രിഡ്ജ് കണ്ട്. ഇത് വേറൊരു റെയിൽവേ ബ്രിഡ്ജാണ്. കണ്ട പഴക്കമൊക്കെ തോന്നുന്നു. എൻ്റെ പുറകിലുള്ള റെയിൽവേ ബ്രിഡ്ജിൽ ഒത്തിരി ഫാമിലീസ് ഫോട്ടോഷൂട്ടും അതൊക്കെ എടുക്കുന്നുണ്ട്. പുറകിലാണെങ്കിൽ ഇത് ഒരു ലൈറ്റും കാണാം നമുക്ക്. ഇത് നമ്മളിപ്പോൾ നോക്കുക, ഇത് മുകളിൽ കൂടി ട്രെയിനൊക്കെ പോകും. ഇത് ഇലക്ട്രിക്കിൻ്റെ ലൈനൊക്കെ ഉണ്ട്. ട്രെയിനൊക്കെ പോകും. നോക്കാം. നമ്മളങ്ങനെ ഇപ്പോൾ പാലരുവിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുള്ളും തേക്ക് മരങ്ങളാണ് ചുറ്റിനും ഇവിടുത്തെ പാർക്കിങ്. ഇവിടുത്തെ പാർക്കിങ് ഫുള്ളും നമ്മളെ മറ്റേ ഫോറസ്റ്റ് ഓഫീസ്, മറ്റേ ഫോറസ്റ്റുകാരുടെ ബസ്സിലെന്തോ നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് പാലരുവിയിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ അരുവിയിലേക്ക് പോകാൻ പോവാണ്. ഇവിടെയൊക്കെ ഫുള്ളും നമ്മുടെ കാറുകൾ കിടക്കുകയാണ്. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസാണ്. ഇവരുടെ ഈ ഒരു ബസ്സിലാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. 3 പേർക്കും ബസ്സിനുമായിട്ട് 270 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. പാലരുവി മിക്കവാറും ഈ കാണുന്ന ബസ്സായിരിക്കും തോന്നുന്നു. നമുക്ക് നോക്കാം. കാത്തിരുന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബസ്സിൽ കയറിയപ്പോൾ നമുക്ക് ഫ്രണ്ട് സീറ്റൊക്കെ കിട്ടിയത്, പെട്ടെന്ന് സൈഡ് സീറ്റാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ പാലരുവി വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് നടക്കണം, എന്നാലേ കറക്റ്റ് അവിടെ എത്തത്തുള്ളൂ. ഇപ്പോൾ ഇവിടം വരെ ബസ് വരത്തുള്ളൂ. ഇതാണ് പാലരുവി വാട്ടർഫോൾ. അവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ട്. രസമാണ് കുറ്റം. ഇവിടെ കാണുന്നത് ഫുള്ളും പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടുകളിൽ കൂടെ ഒഴുകുന്ന ആ ഒരു അരുവിയാണ്. ഫുള്ളും പാറകളാണ്. ഇപ്പോൾ നമ്മളിതേ ഇവിടുത്തെ ആ ഫോറസ്റ്റ് ചേച്ചിയോടൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ആ മണ്ഡപത്തിലോട്ട് കയറിയില്ല. ഈ മണ്ഡപം പണ്ട് തിരുവിതാംകൂർ രാജാവ് നായാട്ടിനൊക്കെ വരുമ്പോൾ നിൽക്കുന്ന ആ ഒരു മണ്ഡപമാണിത്. പണ്ട് തിരുവിതാംകൂർ രാജ കുടുംബത്തിൽ. നമ്മളിതേ മുകളിൽ അവിടെ നിന്ന് താഴോട്ട് വന്നത്. അവിടെ നിന്ന് ഇതൊരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ വഴിയാണ് ഇവിടെ നിന്ന് വെള്ളം താഴെ പോകുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ അടിയിൽ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കണക്ഷൻസ്. അത് കൊള്ളാം. ഫ്രണ്ട്സ്, ഇവിടെ വെള്ളമൊക്കെ ഒഴുകി വരുവാണ്. ഇത് കണ്ട ഒരു പാറ മരത്തെ താങ്ങി നിർത്തിയിരിക്കുവാണ്. മരം ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. പഴയ ആ ഒരു മരമായിരിക്കും. പാറക്കെട്ട് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയൊക്കെ ഒരിക്കലും നമ്മൾ ഇവിടെ വരേണ്ട ഒരു സ്ഥലമാണ്. ഇതാ നോക്കൂ, നല്ല കുറേ പാറകളും ഇതുമൊക്കെ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കാണണം. പണ്ട് കൊച്ചിയിലെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നമുക്കിത് ഇവിടെയൊക്കെ നോക്കാം. നല്ല അടിപൊളി കല്ലുകളാണ്. അയ്യോ,
കേട്ടോ അതാ ആ ഒരു മരം നിൽക്കുന്നത് പാറയുടെ ഇടയിൽ കൂടെയൊക്കെ അതിൻ്റെ വേരുകൾ എങ്ങനെയൊക്കെയോ നിൽക്കുന്നു. ആ പാറയും താങ്ങി ഒക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ അത് ചെറിയ ചെറിയ മീനുകളും ഉണ്ട്. നമുക്ക് മീനുകളും കാണാം, ചെറിയ ഗപ്പി പോലത്തെയുള്ള. ഇതാണ് ചെറിയ ഗപ്പി പോലത്തെ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. വെള്ളം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ ഒഴുകി വരുന്നുണ്ട്. എന്തായാലും വെള്ളം അങ്ങനെ കുറേ വഴികളിൽ കൂടെ വരുന്നുണ്ട് വെള്ളം. അങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് മോളിൽ പൈപ്പിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഓരോ കൂട്ടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി വരും വെള്ളം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി പോവാണ് വെള്ളം, ഒഴുകി പോവാണ്. ആ പാറക്കെട്ടുകൾ അവിടെ മൊത്തവും പാറക്കെട്ടും കാടും ഒക്കെയാണ്. ഇത് രസമുണ്ട് കാണാൻ. ഇവിടെ ഇങ്ങനെ നടന്ന് കോട്ടെ അടിപൊളി. ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. ഇരുന്ന് നമുക്ക് കുറച്ച് ആസ്വദിക്കാം. എന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എൻജോയ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. അത്ര തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇത് പാലരുവി. നമ്മളിത് കഴിഞ്ഞാൽ പാറക്കെട്ടിൻ്റെ ഇടയിൽ വെള്ളം ഒഴുകി പോകുന്നതാണ്. ഫോൺ വെള്ളത്തിൽ മുക്കാനൊന്നും പറ്റത്തില്ല, എൻ്റെ ഫോൺ കേടായിപ്പോവും. ഇതിൻ്റെ അടിയിലൊക്കെ നല്ല വ്യൂ ആണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ ഒഴുകി താഴോട്ട് പോകുന്നതാണ്. നമുക്ക് നോക്കാം. ഇവിടെ വേണ്ട തണുത്ത വെള്ളമാണ്. എന്ത് തണുത്ത വെള്ളം, പാറയിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളമാണ്. പാറയാ ഫുള്ളും. എൻ്റെ അമ്മോ, ഈ കല്ലൊന്ന് ഇളക്കി നോക്കാം നമുക്ക്. അതാ കല്ലിളക്കി. അങ്ങനെ നമ്മളിത് ഈ കല്ല് അങ്ങ് ഇളക്കുവാണ്. തൽക്കാലം ഇവിടെ ബ്ലോക്ക് ചെയ്യണ്ടല്ലേ, വെള്ളം പോട്ടെ. തൽക്കാലം ഇങ്ങനെ ഇളക്കി നിർത്താം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പാലരുവി കണ്ടിട്ട് നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് നമ്മൾ കയറിയപ്പോൾ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയ, തിരിച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് കറക്റ്റ് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ താഴോട്ട് ഇറങ്ങുന്ന ആ ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണിക്കുകയാണ് ഞാൻ നിങ്ങളെ. വളവുകളും തിരിവുകളുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് എത്തിയതിന് ശേഷം അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാ ഇഷ്ടപ്പെട്ട ഭാഗം കമൻറ്റ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും എല്ലാവർക്കും ഗുഡ് ബൈ.